വേറൊരു പ്രത്യേകത പറയുമ്പോൾ ചൂട് കുറയ്ക്കാനാണ് ഈ ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ നാച്ചുറലാണ്, മണ്ണാണ്, അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല കട്ട ഇവിടെ കിട്ടുന്ന അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട്. പിന്നെ പുറത്തുനിന്നൊക്കെ വരുന്ന കട്ട ഉണ്ട്, പോറത്തോൺ ബ്രിക്സ് പറഞ്ഞിട്ട് ഇലക്ട്രിക് ചൂടലൊക്കെ വെച്ച് വരുന്ന കട്ട ഉണ്ട്. ഒരുപാട് റേറ്റും കൂടുതലാണ്. എന്തായാലും നമ്മളെ കട്ട അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രദീപാട്ടം പറഞ്ഞു തരും. അതിന്റെ റേറ്റ് ഒക്കെ സുഹൃത്തുക്കളെ നമസ്കാരം. പോറത്തോൺ ബ്രിക്സ് ഇതുപോലുള്ള ചുട്ടെടുത്ത മണ്ണിന്റെ കട്ട വീട് പണിക്ക് ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നതാണ്. വില കുറവിൽ നല്ല ക്വാളിറ്റിയിൽ ഇതുപോലുള്ള കട്ട എവിടെ നിന്ന് കിട്ടുന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ നാട്ടിലെ, അതായത് ഫറോക്ക് കോഴിക്കോട് ഏരിയയിലൊക്കെ ഫറോക്ക് കോട്ട് കമ്പനിയൊക്കെ പ്രസിദ്ധമാണല്ലോ. ഇതുപോലുള്ള ക്ലേ വർക്ക്, അതുപോലെ ചുട്ടെടുത്ത കട്ട കിട്ടുന്ന ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്ന സ്ഥലം കേട്ടോ. അതുപോലെ നല്ല പഴയകാല പ്രൗഢിയോടുകൂടി ഇന്നും നിലനിൽക്കുന്ന ഒരു വലിയൊരു കമ്പനിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇതുപോലുള്ള പോറത്തോൺ ബ്രിക്സ്, ചുടുകട്ട, ഇഷ്ടിക, അങ്ങനെയുള്ള ഒരുപാട് കട്ടകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കട്ടേൻ്റെ വിശേഷങ്ങളാണ്, ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങളാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രദീപ് ക്ലേ ഇൻഡസ്ട്രീസിന്റെ ഓണറായിട്ടുള്ള പ്രദീപ് ഏട്ടൻ ഉണ്ട്. പ്രദീപ് ഏട്ടൻ നമസ്കാരം. അപ്പോൾ ഇത് വൈഫാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടിയാണ് ഇത് കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലേ? അപ്പോൾ ഇത് എത്ര വർഷം പഴക്കമുണ്ട് ശരിക്കും ഈ ഒരു കമ്പനിക്ക്? 91-92 സ്റ്റാർട്ട് ചെയ്താണ്. നിങ്ങൾ അച്ഛൻ്റെ ഷൺമുഖ എന്നാണ് ശരിക്കും ഇത് അറിയപ്പെടുന്നത്. ഞങ്ങളൊക്കെ ഞാൻ ഈ ഷൺമുഖ എന്നാണ് അച്ഛനാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഈ ഒരു ഹോളോ ഇതിനെന്താ പറയുക, ശരിക്കും പോറത്തോൺ ബ്രിക്സ് അല്ലേ? പോറത്തോൺ ബ്രിക്സ്, അതുപോലെ തന്നെ ഇഷ്ടിക ഒക്കെ നിർമ്മിക്കുന്നുണ്ട്. നല്ല നാടൻ കട്ട, നല്ല ഇത് അത്യാവശ്യം നല്ല കനത്തിലാണിത്. ഇതിന്റെ കാലുകളിൽ നിന്നൊക്കെ വരുന്നത് ഈ ഒരു കളറാണ്. ഇതിന്റെ ചുളക്കി വെക്കുന്നതിന്റെ മുന്നേ ഉണ്ടാവും അല്ലേ? ചുളക്കി വെച്ച് കളിമണ്ണിന്റെ കളറാണ്. അപ്പോൾ ചുളക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ചുവന്ന കളറായിട്ട് മാറും. അപ്പോൾ വീട് പണിക്കൊക്കെ ഒരുപാട് ആളുകൾ നമ്മളോട് അന്വേഷിക്കാറുണ്ട്, വീട് പണിക്ക് പറ്റിയ നല്ല ബ്രിക്ക് എവിടെ കിട്ടും, ഇതുപോലെ ചുട്ടെടുത്ത കട്ട. ഇതിൻ്റെ ഈ ഒരു കട്ട ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെച്ചം എന്താ വെച്ചാൽ നമുക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. വീടിൻ്റെ മുകളിലേക്കൊക്കെ എടുക്കുമ്പോൾ ലോഡ് കുറയ്ക്കാനും ഹോൾസ് ഉണ്ടായതുകൊണ്ട് തന്നെ ചൂട് കുറയ്ക്കാനും പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എത്ര കാലം കഴിഞ്ഞാലും കേട് വരില്ല. നമ്മൾ സിമെൻറ്റ് ഇതിൽ ഉപയോഗിക്കുന്നില്ലല്ലോ, നാച്ചുറലായിട്ടുള്ള മണ്ണാണല്ലോ, കേട് വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് എൻക്വയറി ഉള്ള ഒരു സംഭവമാണ്. അതിപ്പോൾ നിൽക്കുന്നത് ശരിക്കും രാമനാട്ടുകരയാണ്. രാമനാട്ടുകരയിൽ ഒക്കെ ഒരുപാട് ഇതുപോലുള്ള കമ്പനികൾ ഉണ്ടായിരുന്നു. ഒരു 150-150ഓളം കമ്പനികൾ ഉണ്ടല്ലേ പഴയ കാലത്ത്? കോഴിക്കോട് മലപ്പുറമായിട്ട് 200 കമ്പനി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ കാലത്ത് തുടങ്ങിയിട്ടുള്ളതാണ് ഇവിടെയൊക്കെ അല്ലേ? ഫറോക്ക് കോട്ട് കമ്പനിയൊക്കെ പ്രസിദ്ധമാണ്. ഷൺമുഖ എന്നായിരുന്നു ഈ ഒരു കമ്പനീൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രദീപാട്ടൻ, അവരുടെ മകനാണ് പ്രദീപാട്ടൻ, തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ്, ഈ ഒരു കട്ട കമ്പനിയത്തെ വിശേഷങ്ങളാണ്. ആദ്യം JCB വെച്ചിട്ട് കളിമണ്ണ് മിക്സ് ചെയ്യണം. ഒരു കുഴി കുത്തി അതിൽ എല്ലാം 3 വീതം മണ്ണ് മിക്സ് ചെയ്തിട്ട് ബ്ലാക്ക് മണ്ണ് വേണം, യെല്ലോ മണ്ണ് വേണം, ഒരുപാട് മണ്ണ് വേണം. മണൽ കുറവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മണലും ചേർക്കണം. ചെറുതാക്കി കൈക്കോട്ടോണ്ട് അരിഞ്ഞ് പാകപ്പെടുത്തി മിക്സർ മെഷീനിലേക്ക് ഇടും. കൈക്കോട്ടോണ്ട് ഇട്ട് കൊടുക്കും. അവിടുന്ന് അത് ശരിക്കും ഗ്രൈൻഡ് ചെയ്ത് വരികയാണ് അല്ലേ? 3 സെറ്റ് റോളർ ഉണ്ടാവും, 2 സെറ്റ് അതിലുണ്ടാവും, 1 സെറ്റ് ഇവിടെ ഫൈൻ റോളറും ഉണ്ടാവും. ഇവിടുന്ന് പിന്നെയും ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. ശരി. അപ്പൊ അവിടുന്ന് 3 സെറ്റ് 2 സെറ്റ് റോളർ വന്ന് ഇവിടെ മൂന്നാമത്തെ ഗ്രൈൻഡ് ചെയ്ത് ആ ഒരു ബെൽറ്റ് വഴി ഇവിടെ വരും. ഇവിടുന്നും അത് ഗ്രൈൻഡ് ചെയ്ത് ഈ ഒരു മെഷീനിലാണ് അല്ലേ? ഈ ഒരു മെഷീനിൽ മോൾഡ് ഉണ്ട് അല്ലേ? ഈ ഒരു കട്ടന്റെ മോൾഡ്, മോൾഡ്. ഈ മോൾഡ് മാറ്റിയാൽ നമുക്ക് എന്തോ അടിക്കാം അല്ലേ? അപ്പൊ ഈ മണ്ണ് ഇവിടെ വന്ന് നിറഞ്ഞിട്ട് ഈ ഒരു മോൾഡിലൂടെ വരുമ്പോൾ ഈ ഒരു കട്ടയായി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കട്ട നേരെ വന്ന് ഇവിടുന്ന് ഈ നീളത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? കളിമണ്ണ് അവിടുന്ന് നല്ല ലൂസിലായിട്ട് കൊടുക്കണേ, എന്നാലും ഇവിടെ എത്തുമ്പോൾ കണ്ടോ ഈ എയർ ടൈറ്റിൽ. അപ്പൊ അത് എയർ പമ്പാണ്, അത് എയർ വലിക്കുക ഈ മണ്ണ് പുറത്തേക്ക് വരുമ്പോൾ ഇതിലേക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ വെള്ളം വലിച്ചെടുക്കും, എയർ ടൈറ്റ് ആയിട്ട് ഇപ്പൊ തന്നെ സെറ്റ് ആയ പോലെ 14.76 അടിക്കുന്നത്. 14.76 അല്ലേ? അപ്പൊ ഒരു 7 ഇഞ്ച് കെട്ടുവണ്ണം കിട്ടും. ഹൈറ്റ് 6 ഇഞ്ചും നീളം 14 ഇഞ്ചും അല്ലേ? ഓക്കെ. അപ്പോൾ ആ രീതിയിലുള്ള കട്ട നമ്മൾ ഇവിടുന്ന് അടിച്ചതിന് ശേഷം അടുത്ത പ്രോസസ്സ് എന്താ? ഫസ്റ്റ് ടൈം നമ്മൾ ഓരോ കട്ടയായിട്ട് ഇങ്ങനെ കുത്തനെ വെക്കും. വെയിൽ കൊള്ളാൻ പാടില്ല, ഉള്ളിലായിട്ട് കവർ ചെയ്ത് വെക്കണം. എത്ര ദിവസം വെക്കണം അങ്ങനെ? അതിനൊരു 15 ദിവസം അങ്ങനെ വെച്ചിട്ട് 15 ദിവസം ഈ രീതിയിൽ വെക്കണം അല്ലേ? നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് വെയിൽ കൊള്ളണോടത്തേക്ക് വെക്കാം. ആദ്യം വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെക്കണം, അത് കഴിഞ്ഞിട്ട് വെയിൽ കൊള്ളണം, കാറ്റൊക്കെ കൊള്ളുന്ന സ്ഥലത്ത് വെക്കണം. അതിന് ശേഷം നമ്മൾ ചൂളയ്ക്ക് കൊണ്ടുപോകണം. ഒരാഴ്ച കൊണ്ട് നമുക്ക് ചൂളയിലെത്തും. ശരിക്കും പറഞ്ഞാൽ 1 മാസം പിടിക്കും. നമ്മൾ മിഷനിൽ വന്ന് 1 മാസം കൊണ്ട് ചൂളയിൽ നിന്ന് ഇറങ്ങും. നാളെ വൈകുന്നേരം വരെ നല്ല കത്തിക്കും. എന്നിട്ട് ഈ എല്ലാ ഭാഗവും അടയ്ക്കുക ചെയ്യാം. എല്ലാ ഭാഗവും അടച്ച് ചളി വെച്ച് തേമ്പി മണ്ണ് വെച്ചിട്ട് തേമ്പിട്ട് ഹോൾസ് ഒക്കെ അടയ്ക്കും. അപ്പോൾ അതിനുള്ള ഹീറ്റ് പുറത്തേക്ക് പോകാത്ത രീതിയിൽ അതിൽ ദമ്മാക്കി വെക്കും.
അപ്പൊ ഇതിന്റെ ഈ ഇത് വേവ് ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും? അതിനൊരു എക്സ്പീരിയൻസ് അല്ലേ? മനസ്സിലാവും എത്ര വിറക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിൽ ശരിക്കും എത്ര കട്ട ഉണ്ടാവും ഈ ഒരു ചൂളയില്? 4000 ബ്ലോക്ക് ഉണ്ടാവും. 4000 ബ്ലോക്ക് ഒരു ട്രിപ്പിൽ വരും അല്ലേ? അത് സംശയം ചോദിക്കട്ടെ, ഈ ഒരു കട്ട ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതിന്റെ മണ്ണാണോ അതിന്റെ മണ്ണിന്റെ മിക്സിങ്? മണ്ണ് ക്വാളിറ്റി ഉള്ള മണ്ണ് കിട്ടിയാൽ തന്നെ നന്നാവുള്ളൂ. നമ്മൾ മെഷീൻ എത്ര വിപുലീകരിച്ചാലും കളിമണ്ണ് മോശമാണ് സക്സസ് ആവില്ല. ഇപ്പം ഇവിടെ വന്ന് ട്രയൽ എടുത്ത് നോക്കി തമിഴ്നാട്ടിലൊക്കെ ഓരോരുത്തർ വന്ന് ഇവിടുന്ന് മിഷൻ കൊണ്ടുപോയിട്ട് ഇതേമാതിരി തുടങ്ങുന്നുണ്ട്. പക്ഷെ ഫെയിൽ ആവുന്നുണ്ട്. ഈ മിഷന്റെ മുതലാളി തന്നെ തമിഴ്നാട്ടിലൊരു യൂണിറ്റ് ഇട്ട് ഈ മിഷന്റെ. ഇവിടെ അവർ കുറെ മിഷൻ സപ്ലൈ ചെയ്യുന്നു. പക്ഷെ അവർക്ക് സക്സസ് ആയില്ല. അവിടെ മണ്ണ് ഉണ്ടാക്കുക, വെയിലത്ത് വെക്കുമ്പോഴത്തേനും ക്രാക്കായി പോവാണ്. അപ്പൊ നല്ല മണ്ണും വേണം, ആ മണ്ണ് നോക്കിയെടുക്കാനുള്ള കഴിവ് വേണം, ആ മണ്ണ് മിക്സ് ചെയ്യാനുള്ള കഴിവ് വേണം. അതൊക്കെ നമ്മളിത് ചെയ്തൊരു ശീലത്തിൽ നിന്ന് വരുന്നതാണ് അല്ലേ? അപ്പോൾ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ബ്രിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ അത്രയും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയിൽ നല്ല രീതിയിലുള്ള കട്ടയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. പ്രതിഭട്ട, ഇത് നമ്മളെ കട്ട വെച്ചിട്ടുണ്ടാക്കിയുള്ള ഇത് ജേഷന്റെ വീട് അല്ലേ? കമ്പനിന്റെ ഷൺമുഖുള്ള കാലത്തുള്ള ഇഷ്ടിക. അത് എത്ര വർഷം പഴക്കണ്ടോ? അപ്പൊ ഇത് ഒരു 10-20 കൊല്ലത്തിലേറെ ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മളെ ഈ ബ്രിക്ക് പഴയ സൈസ് ആണല്ലേ? മോളത്തെ 12.64, 9.43. ഓക്കെ. അപ്പൊ ഈ രീതിയിലൊക്കെ എത്ര കാലം കഴിഞ്ഞാലും കേടുവരാത്ത ഒരു എന്താ പറയാ, ഒരു കേടും ഇതിൽ കാണില്ല. ഒറ്റ കേടും കാണില്ല. എത്ര കാലം വരെ നമുക്ക് ഈട് നിൽക്കുന്ന ഒരു സംഭവമാണ് കളിമൺ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. എന്നുള്ള ഉറപ്പ് 100 കൊല്ലം കഴിഞ്ഞാലും അതേമാതിരി ഉണ്ടാവും. പിന്നെ പുറത്തുനിന്നൊക്കെ വരുന്ന കട്ടുണ്ട്, പുറത്തും ബ്രിക്സ് പറഞ്ഞിട്ട് മറ്റേ ഇലക്ട്രിക് ചൂടയിലൊക്കെ വെച്ച് വരുന്ന കട്ടുണ്ട്. ഒരുപാട് റേറ്റും കൂടുതലാണ്. എന്തായാലും നമ്മളെ കട്ട അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ, റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ വിളിച്ചാൽ പ്രതിഭാട്ടം പറഞ്ഞു തരും. അതിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ നമ്പർ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്, വീഡിയോന്റെ താഴെ വെക്കുന്നുണ്ട്. വിളിച്ചാൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ഡെലിവറി ചെയ്തു നമ്മളെ വണ്ടിക്ക് കൊടുത്തയക്കാലോ അല്ലേ? ഇതാണ് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 6 വർഷമായി. വളരെ അധ്വാനിയായിരുന്നു അച്ഛൻ. അച്ഛൻ രാവിലെ പറമ്പിൽ കൈക്കോട്ടത്തുന്ന ഒച്ച കേട്ടിട്ടാണ് ഞങ്ങൾ ഉണരാറ്. അത്രയും നേരത്തെ എണീറ്റ് ജോലി തുടങ്ങുന്നത് അച്ഛൻ. നല്ല കഠിനാധ്വാനിയായിരുന്നു. ആ ഒരു അധ്വാനത്തിൻ്റെ ശീലങ്ങളാണ് ഞങ്ങളും പകർത്തിക്കൊണ്ടുവരുന്നത്. അച്ഛൻ്റെ അധ്വാനം എന്ന് പറയുമ്പോൾ ഈ ഒരു കമ്പനി മാത്രമല്ല, ഇന്നത്തെ ഈ നിലയിലെത്തിയിട്ടുള്ള ഈ ഒരു മക്കളെയും ഈ രീതിയിൽ ആക്കിയത് ഈ ഒരു അച്ഛൻ്റെ അധ്വാനമാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അത് എന്നും കടപ്പാടുണ്ടാവും. മക്കള് കടപ്പാടുണ്ടാവും. അതാണ്.